രാവണൻ ഇനി ഒരക്ഷരം ഇവനോട് മിണ്ടരുത് എന്ന് വിചാരിച്ച് നിശബ്ദനായിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അങ്കദന് തോന്നി, എന്താ എന്നോട് ചോദിച്ചത്, നീ ആരാ എന്നാണല്ലോ ചോദിച്ചത്. അതിന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞു, എങ്കിലും അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. ചോദിച്ചതിനല്ല മറുപടി പറഞ്ഞടേ. അവൻ ചോദിച്ചത് ഭംഗിയായില്ല എന്നുള്ളത് ഒന്ന്, പക്ഷേ ചോദിച്ചത് നേരെ ആയില്ലെങ്കിലും മറുപടി പറയണത് നേരെയാവുക, അങ്ങനെ ഉണ്ടല്ലോ. അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു, എങ്കിലും അത് കുറെ കൂടി ഭംഗിയാക്കേണ്ടതാണ്. ചോദിച്ചതിന് മറുപടി പറയാ വേണ്ടതേ. ചോദിച്ചവൻ ഔചിത്യമില്ലെങ്കിലും പറയണോനത് വേണമല്ലോ. ഇപ്പം പല ആളുകളും അങ്ങനെയാണ്, ചോദിക്കണതിനല്ല ഉത്തരം പറയാം. ഇങ്ങനെയുണ്ട് ഈ ചോദ്യോത്തരങ്ങൾ പതിവായിട്ട് നടക്കുന്ന ചില സ്ഥലം, പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ പതിവായിട്ട് ചില ചോദ്യോത്തരങ്ങളുണ്ട്. അതിന് മറുപടി പറയാൻ വരുന്ന ആളുകളുണ്ട്. ഒരാൾ ചോദിക്കും, മറുപടി പറയണതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചോദിച്ചതിനല്ല മറുപടി പറയാം, അതിപ്പോഴത്തെ ഒരു ശീലമാണ്. എങ്കിലും അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ചോദിച്ചതിന് മറുപടി പറയാം, അതെന്തായാലും പറയാം എന്ന് വിചാരിച്ച അങ്കദൻ ഇങ്ങനെ പറഞ്ഞു, ദൂതോഹം കോസലേന്ദ്രസ്യ രാമസ്യ ക്ലിഷ്ടകർമ്മണ ബാലിപുത്രോംഗദോ നാമ യദിതേ ശ്രോത്രമാഗത ദൂതോഹം അഹം ദൂത. രാവണ, ഞാനൊരു ദൂതനാണ്. ഞാൻ ആരാണെന്നല്ലേ നീ ചോദിച്ചടാ? ഞാൻ ഒരു ദൂതനാ. ഒരു ദൂതനായിട്ടാണ് ഞാൻ എൻ്റെ മുമ്പിൽ വന്നേക്കണത്. ഒരു ദൂതനാണ് ഞാൻ. ആരുടെ ദൂതനാ? നീ ആരുടെ ദൂതനായിട്ടാണ് നീ ഇവിടെ വന്നേക്കണത് എന്നാണെങ്കിൽ കോസലേന്ദ്രസ്യ ദൂത, കോസലേന്ദ്രൻ്റെ ദൂതനാണ്. കോസലേന്ദ്രനായിട്ടുള്ളവൻ അയോധ്യാധിപതി ഉണ്ടല്ലോ, ആ അയോധ്യാധിപതിയുടെ ദൂതനാണ്. ആരാ അയോധ്യാപതി? രാമസ്യ, രാമൻ. അയോധ്യാധിപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ് ഞാൻ. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ദൂതനായിട്ട് പറഞ്ഞയച്ചേക്കാണ്. അയോധ്യാധിപതി, അയോധ്യയിലെ രാജാവ് അല്ലേ? അത്രേ ഉള്ളൂ. അയോധ്യയിലെ ഒരു രാജാവാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേക്കുന്നത് എന്നാണെങ്കിൽ അദ്ദേഹം വെറൊരു രാജാവല്ല. സാധാരണ ഒരു രാജാവായിട്ട് അദ്ദേഹത്തെ കണക്കാക്കരുത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാ? അക്ലിഷ്ടകർമ്മണ, അക്ലിഷ്ടകർമാവാണ് അദ്ദേഹം. ക്ലിഷ്ടമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യില്ല. അധർമ്മം പ്രവർത്തിക്കേയില്ല. അധർമ്മം പ്രവർത്തിക്കാത്ത ആളാണ്. ധർമ്മിഷ്ഠനാണ് എൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ദൂതനാണ് ഞാൻ. അദ്ദേഹം നിങ്ങളുടെ ദൂതനായിട്ട് പറഞ്ഞയച്ചേക്കുക. ഓ, അദ്ദേഹത്തിനപ്പോൾ യോഗ്യതയൊക്കെ ഉണ്ട്. നിന്നെ പറഞ്ഞയച്ച ആൾക്ക് യോഗ്യതയൊക്കെ ഉണ്ട്. നിനക്ക് വല്ല യോഗ്യത ഉണ്ടോ? നിന്നെ എന്നെ ആൾ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു അല്ലേ? അദ്ദേഹത്തിൻ്റെ യോഗ്യതയാണ് പറഞ്ഞത്. നീ ആരാ എന്നാണെങ്കിൽ ബാലിപുത്ര, ഞാൻ ബാലിയുടെ പുത്രനാണ്. രാവണ, ഞാൻ ബാലിയുടെ മകനാണ്. നീ കേട്ടിട്ടുണ്ടാവും. ബാലി, എൻ്റെ അച്ഛൻ ബാലി ത്രൈലോക്യത്തിലും പ്രസിദ്ധനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മകനാണ്. നിന്നെ പറഞ്ഞയച്ചാലുള്ള പേര് പറഞ്ഞു, അച്ഛൻ്റെ പേരും പറഞ്ഞു. നീ ആരാ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്കദോ നാമ, എൻ്റെ പേര് അങ്കദൻ എന്നാണ്. യതിതേ ശ്രോത്രമാഗത, നീയും കേട്ടിട്ടുണ്ടാവും. നിനക്ക് ചെവിയുണ്ട് എങ്കിൽ നീ കേട്ടിട്ടുണ്ടാവും. നീ കേൾക്കാണ്ടിരിക്കില്ല, നീ കേട്ടിട്ടുണ്ടാവണം. ഞാൻ വാനരചക്രവർത്തിയായിരുന്ന ബാലിയുടെ മകനാണ്. അങ്കദൻ എന്നാണ് എൻ്റെ പേര് എന്ന് മാത്രമല്ല, സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഉണ്ടല്ലോ, അദ്ദേഹം ആണ് എന്നെ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിൻ്റെ ദൂതനായിട്ടാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നേക്കണത് എന്ന് അങ്കദൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ അത് കേട്ടപ്പോളാ രാവണന് തോന്നി, നീ ആരാണെന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടില്ലേ. ഇപ്പം വിസ്തരിച്ച് ചിലത് പറയാനുള്ള പുറപ്പാടാ. എന്താ ചോദിച്ചാൽ അതൊന്നും മറുപടി മാത്രമല്ല, കുറച്ച് അധികമായിട്ട് വിസ്തരിച്ച് അങ്ങോട്ട് പറയാം. ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആൾ പറഞ്ഞയച്ചിട്ടാണ്,
നിനക്ക് ചെവി ഉണ്ടെങ്കിലും നീ കേട്ടിട്ടുണ്ടാവും, കേൾക്കാണ്ടിരിക്കാൻ വഴിയില്ല, ഇങ്ങനെയൊക്കെയാണ് അവൻ പറയണത്. അങ്ങനെ പറയുമ്പോൾ ഇവൻ എന്തോ വിസ്തരിച്ചുള്ള പുറപ്പാടാണ്. മാത്രമല്ല ഇവിടെ വന്ന് എന്തോ ലോഗ്യമാവണം. ഈ ലോഗ്യമാവാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. ചില ആളുകൾ ചില ഡിക്കിൽ വന്ന് അങ്ങനെയൊക്കെ ചിലതുണ്ട്. അപ്പം അങ്ങനെ രോഗിയാവാൻ വേണ്ടി അതേ ഞാനേ ഇന്ന ദിക്കുന്ന് വരിക, എവിടുന്നാ അവിടെ എവിടുന്നാ വരണത്, ഇന്ന ആളുടെ മകനാ. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. എൻ്റെ അച്ഛനെ അറിയില്ലേ? എൻ്റെ അച്ഛനെ അറിയില്ല. എന്നാൽ അച്ഛനെ അറിയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുത്തച്ഛനെ പരിചയം ഉണ്ടാവും. ഇന്ന ആളുടെ മകൻ്റെ മകനാ. അദ്ദേഹത്തെ കേട്ടിട്ടില്ല. എന്നാൽ എൻ്റെ അപ്പനെ പരിചയം ഉണ്ടാവും, അച്ഛൻ്റെ അനുജനെ അപ്പൻ ഇന്ന ആള്. ഇല്ല ഇല്ല. ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴാ ഏതെങ്കിലും ഒരുത്തനെ പരിചയം ഉണ്ടെന്ന് ഗ്രഹപ്പഴയ്ക്ക് പറയും. അങ്ങനെ പറയും, ഞാൻ പരിചയം ഉണ്ട അല്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ്റെ അനിയൻ്റെ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ അങ്ങോട്ട് ലോഗ്യവും, പിന്നെ അവിടെ നിന്ന് പോവില്ല. പിന്നെ ഒരു പ്രാരബ്ധമായിട്ട് അവിടെ അങ്ങോട്ട് കൂടും. ഇങ്ങനെ പല ഡിക്കിലും ഇല്ല ചില ആളുകൾ, പല ഡിക്കിലും ഉണ്ടാ. അങ്ങനെ ഇനി ഇവൻ ഇവിടെ നിന്ന് പോവാണ്ടേ ആവോ, ഇവിടെ അങ്ങോട്ട് കൂടുമോ എന്നുള്ളൊരു പരിഭ്രമം. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊരൊറ്റ വഴിയുള്ളൂ. ആരുടെ പേര് പറഞ്ഞാലും എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരാളെ പരിചയമില്ലാണ്, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളൂ. ഞാൻ പരിചയമില്ല അല്ലേ, ഞാനിവിടെ നിന്നിട്ട് പ്രയോജനമില്ല എന്ന് തോന്നി അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇനി പരിചയം ഉണ്ടെങ്കിലും അങ്ങനെ പറയാൻ പാടുള്ളൂ. അപകടമാവും എന്ന് തോന്നിയാൽ പിന്നെ എൻ്റെ പരിചയം നടിക്കരുത്. ഈ പരിചയം ഉണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയാം. അതൊരു ഉപായമാണതേ. ഇപ്പം രാവണന് ഉടനെ കണക്കാക്കിയത് ഇവരിങ്ങനെ വിസ്തരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് ഇവരെ ഒന്നും അറിയില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, പിന്നെ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളും എന്ന് വിചാരിച്ച് രാവണൻ ഇങ്ങനെ അംഗദനോടും പറഞ്ഞു, കോ ഭവാൻ രാഘവ കോയം കിമർത്ഥം പ്രാപ്തവാനിഹ കോസൗ ബാലീതി നിർദ്ദിഷ്ട കസ്യ പുത്ര പ്ലവംഗമാ കോ ഭവാൻ, നീ ആരാ? വാനരം, എടാ കൊരങ്ങാ, നീ ആരാ? നീ ഇന്നതാ ഇന്ന ഡീക്കിലെട്ടാണ് ഇന്നാളുടെ മകനാണ് എന്നൊക്കെ പറയണു, നല്ലതല്ലാതെ കണ്ട് ഞാനിതൊന്നും കേട്ടിട്ടില്ല. നീ ആരാ? എനിക്ക് നിന്നെ പരിചയമില്ല, നിന്നെ പറ്റി കേട്ടിട്ടില്ല. എന്താ നിൻ്റെ പേരെന്താ? എന്താ പേര് പറഞ്ഞതാ? നിൻ്റെ പേരെന്താ പറഞ്ഞൂല്ലോ. ഇപ്പോൾ എന്താ ഒന്നും കൂടി പറയാ? ഇതൊരു സാധനത്തിൻ്റെ പേര്. അങ്കദൻ. അങ്കദൻ, ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് നീ ഇപ്പോൾ പറയുമ്പോഴേ ഞാൻ കേൾക്കണുള്ളൂടെ. പിന്നെ എന്താ പറഞ്ഞത്? നിന്നെ ആരോ ഇങ്ങോട്ട് പറഞ്ഞയച്ചു അല്ലേ? എന്താ വിദ്വാൻ്റെ? രാഘവ കോയം. ആരാ ഈ രാഘവൻ? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്ന് പറയണില്ലേ ഒരു വിദ്വാൻ? രാമൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ആരവൻ? ആരാ ഈ രാമൻ? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. കിമർത്ഥം പ്രാപടവാനിഹ, എന്തിനാ ഇങ്ങോട്ട് വന്നത്?